ഗൈസ്, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അച്ഛമ്മക്കും അമ്മമ്മക്കും സ്കൂളിൽ ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഇന്നലെ ഗ്രീൻ പീസ് എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ, ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഉപ്പും ചേർത്ത് ഗ്രീൻ പീസ് നമ്മുടെ മുട്ടാളെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഈ കാണിക്കുന്നുണ്ടോ, ഞാൻ കുറച്ച് മെഴുക്കുരട്ടി ഉണ്ടാക്കാനായിട്ട് അരിഞ്ഞു വെച്ചതാണ്. കോവയ്ക്കയും വെണ്ടയ്ക്കയും ക്യാരറ്റും കൂടെയാണ് കേട്ടോ. അപ്പം എല്ലാം കുറേശ്ശെ കുറേശ്ശെ കിറ്റ് മേടിച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഒരെണ്ണം വെച്ച് ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്തപ്പോൾ ഒരു മെഴുക്കുരട്ടിക്കുള്ളതുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അരിഞ്ഞു വെച്ചത് കേട്ടോ. ഞാൻ ഈ ഗ്രീൻ പീസ് കറി ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ട് തക്കാളിക്കയും സവാളയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ വഴറ്റി മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ മൂപ്പിച്ചിട്ട് പിന്നെ ഈ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിരിക്കുന്നതിലോട്ട് ഒഴിച്ചു കൊടുത്ത് കുറുക്കി എടുക്കുവാണേ. പിന്നെ മത്തങ്ങയും വൻപയറും കൂടെ വേവിക്കാൻ വെച്ചിട്ട് രണ്ടുപേർക്കും ഒരേ മുട്ടയും കൂടെ പൊരിച്ച് അപ്പോഴേക്കും അത് വെന്തു. അത് നല്ലപോലെ ഉടച്ചിട്ട് കടുകും താളിച്ചൊഴിച്ച് പിന്നെ അച്ചുമോൾക്ക് ലഞ്ച് ബോക്സ് എടുത്ത് വെച്ച് അമ്മൂനും അച്ഛനും ഒരേപോലെ തന്നെ ലഞ്ച് ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ടാറ്റാ.